ഹലോ ഗൈസ്, ഇതാണ് പഴയ സിഗരറ്റ് ടി വി ആണത്. ഇതിനുള്ളിലെ ഭാഗങ്ങളാണ് കാണുന്നത്. ഇതാണ് ബേസ് ടിവിൻ്റെ ബാക്കിലെ പ്രാവശ്യത്തെ ഇതിനാണ് മാറ്റുന്നത്. അത് കേടാകാറും. ആണ് അതിൻ്റെ മെയിൻ ബോർഡ്. അതിനുള്ളിലെ കാര്യങ്ങളാണ് കാണുന്നത്. 22 വർഷം ഉള്ള ടി വിയുടെ ബോർഡാണ് കാണുന്നത്. ഇതാണ് LOT വരുന്ന ഭാഗം. രണ്ട് സ്പീക്കേഴ്സ് ആണ് ട്യൂബ് ഭാഗം. ഇതാണ് ബേസ് എന്ന അപ്പുറത്തെ കണക്ടർ ചെയ്യുന്ന ഭാഗം. ഇതാണ് അതിൻ്റെ സിഗരറ്റ് ടിവിയുടെ ഉള്ളിലെ ബോർഡിൻ്റെ മെയിൻ പവർ സപ്ലൈ. ട്രാൻസ്ഫോമറും അതിന് ഫിൽട്ടർ ചെയ്യുന്ന കപ്പാസിറ്റേഴ്സും. ഇതാണ് ഓഡിയോ വീഡിയോ ഔട്ട്പുട്ട്, ഹീറ്റ് കപ്പാസിറ്റേഴ്സ്, റെസിസ്റ്റൻസ്, മെയിൻ ചിപ്പ് ഭാഗമാണ് കാണുന്നത്. ഇതാണ് ടി വിയുടെ LOT കണക്ട് ചെയ്യുന്ന ഭാഗം. ഇതൊരു ഹോളാണ്. അതാണ് LOT കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ പിന്ന് ഈ LOT വരുന്ന ആ പിന്നാണ് ആ ഹോള് കണക്ട് ചെയ്യുന്നത് ഉപകരണം ആണ് നമ്മുടെ LOT. ഇതിൽ ഫോക്കസും സൂമും ചെയ്യുന്ന ഭാഗമാണ് ഈ LOT പറഞ്ഞത്. LOT ട്രാൻസ്ഫോമറാണത്. ഇതൊരു ട്രാൻസ്ഫോമറാണ്. LOT ട്രാൻസ്ഫോമർ. ഇതിലാണ് രണ്ട് സ്ക്രൂസ് ഉണ്ട്. ഇതാണ് സൂമും ഫോക്കസും ചെയ്യുന്ന ഭാഗം. ഇത് വരുന്ന കുറച്ച് വയേഴ്സാണ് കാണുന്നത്. ഇതാണ് ടിവിയുടെ പുറകിലത്തെ ബേസ് വരുന്ന ഭാഗം. പുതിയതൊന്നും മാറ്റിയിട്ടു. ഇനി ടി വി അത് ഓണാക്കാൻ പോവാണ്. സോൾഡറിങ് ചെയ്ത ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനുള്ളിലെ കുറേ വയേഴ്സ് ഉണ്ട്. അതാണ് അതിൻ്റെ കപ്പാസിറ്റേഴ്സ്, ഫിൽട്ടർ വരുന്ന ഭാഗങ്ങൾ, ഓഡിയോ വീഡിയോ ഔട്ട്പുട്ട്, അതിൻ്റെ ഫിൽട്ടർ എന്ന ഭാഗങ്ങളും അതിൻ്റെ സിഗ്നൽസ് നൽകുന്ന ഒത്തിരി ഉപകരണങ്ങൾ. ഇതാണ് ടി വി പോലെ കോയിൽ നടക്കുന്ന ഭാഗം. ഈ കോയിലാണ് കറണ്ട് പിടിപ്പിക്ക് എത്തുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ചിപ്പ്. ടി വിയുടെ മെയിൻ ചിപ്പാണ്. ഇതിനകത്താണ് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് വരുന്നത്. ഇതാണ് ഹീസിൻ്റെ കപ്പാസിറ്റേഴ്സ്, ട്രാൻസിസ്റ്റേഴ്സ് എല്ലാ ഭാഗങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നു. അതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടും കാണാം.